വർഗീയവാദം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ഇപ്പോഴും BJP ഉത്തർപ്രദേശിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ തെരുവോരങ്ങളിൽ എല്ലാ രീതിയിലുമുള്ള അലയൊലികളും ഇപ്പോഴും നടത്തുന്ന BJPക്കെതിരെ കോൺഗ്രസിന് ഇതിലും മനോഹരമായി പ്രതികരിക്കാൻ കഴിയില്ല എന്നത് സാരം. കാവഡ് യാത്ര മുന്നോട്ട് പോകുന്ന ഉത്തർപ്രദേശിൻ്റെ മേഖലകളിലൂടെ അവിടെയുള്ള കടകൾക്ക് ആ കടകളുടെ ഉടമകളുടെ പേര് ഹിന്ദുവാണെന്നോ മുസൽമാനാണെന്നോ എഴുതി വെക്കേണ്ടത് ആവശ്യമാണ് എന്ന വിവാദ ഉത്തരവ് യോഗി സർക്കാരിനെതിരെയുള്ള കോൺഗ്രസിൻ്റെ ഒരു വലിയ സമരായുധമായി ഇപ്പോൾ BJP തന്നെ അവർക്ക് വടികൊടുത്തിരിക്കുന്ന അവസ്ഥയാണ്. രാഹുൽ ഗാന്ധിയുടെ ഒരു പോസ്റ്ററോടുകൂടി മുഹമ്മദ് കി ദുഖാൻ എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം അതിനകത്ത് വ്യക്തമാക്കുന്ന രീതിയിൽ നോ ഹിന്ദു നോ മുസൽമാൻ എന്ന രീതിയിൽ കൃത്യമായി വിവക്ഷണം ചെയ്തിരിക്കുന്നു. കാവഡ് യാത്ര നമുക്കറിയാം വിശ്വാസികളെ സംബന്ധിക്കുന്ന ഒരു തീർത്ഥയാത്ര. ആ യാത്രയിൽ അവിടെയുള്ള തിരുവോരങ്ങളിലെ കടകളിൽ അതുപോലെ തന്നെ അവിടെയുള്ള നിവാസികൾ അവർ സ്വാഗതം ചെയ്യുന്നു. എല്ലാ രീതിയിലും തീർത്ഥവും അതുപോലെ തന്നെ പൂവിതറുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് വരവേൽക്കുന്നത്. ആ യാത്രയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വേർതിരിവോ ജാതീയമായ വേർതിരിവോ ഒന്നും തന്നെ ആരും നടത്താറില്ല എന്നുള്ളതാണ് സാരം. എന്നാൽ അതിനെ പോലും ജാതീയവൽക്കരിക്കുകയും രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്യുന്ന ഏറ്റവും നെറികെട്ട രാഷ്ട്രീയം കളിക്കുന്ന BJP അവർക്ക് എല്ലാ രീതിയിലും ജനങ്ങൾ പാഠം പഠിപ്പിച്ചു വിട്ടതാണ്, എന്നിട്ടും പഠിക്കുന്നില്ല. അയോധ്യയിൽ തോറ്റതാണ്. ശ്രീരാമൻ്റെ പേരും പറഞ്ഞ് രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ചവർക്ക് കിട്ടിയ ഏറ്റവും വലിയ മറുപടിയാണിത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സമാജ്വാദി പാർട്ടി നേതാവായ അവിടെ നിന്ന് വിജയിച്ച അയോധ്യയിൽ നിന്ന് വിജയിച്ച അവധേഷ് പ്രസാദിൻ്റെ കൈ എടുത്തുയർത്തിക്കൊണ്ട് ഇദ്ദേഹം ഈ BJPയുടെ നെറികെട്ട ജാതി രാഷ്ട്രീയത്തിനെതിരെ പൊരുതി ജയിച്ച വ്യക്തിയാണ് എന്ന് പറഞ്ഞത്. ഇപ്പോഴിതാ കാവഡ് യാത്രയ്ക്കും അതേ രീതിയിലുള്ള സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. കോൺഗ്രസിൻ്റെ പ്രാദേശിക പ്രവർത്തകർ ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധിയുടെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് തെരുവോരങ്ങൾ മുഴുവൻ എല്ലാ കടകളിലും ഇതേ സ്റ്റിക്കർ പതിച്ചുകൊണ്ട് BJPക്ക് ചുട്ട മറുപടി കൊടുക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഉത്തർപ്രദേശ്. നിരവധിയായ MLA-മാർ MP-മാരായ സാഹചര്യത്തിൽ സമാജ്വാദി പാർട്ടിയിൽ നിന്നും BJPയിൽ നിന്നും ഒക്കെ MLA-മാർ MP-മാരായവരുണ്ട്. അവരുടെയൊക്കെ ഒഴിവ് വന്ന സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കാവഡ് യാത്രയിൽ കാണിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള വർഗീയത യോഗിയുടെ എല്ലാ രീതിയിലുള്ള മുന്നേറ്റത്തെയും തകർത്ത് കളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് എന്തുമാത്രം വിവാദകരമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. ജനങ്ങൾ ഇതിനെ നേരിടുന്നത് വലിയ രീതിയിൽ തന്നെ ആയിരിക്കുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു.